ഹായ് ഹലോ അസ്സലാമു അലൈക്കും. നൂഹ വ്ളോഗിൻ്റെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷങ്ങൾ? സുഖമല്ലേ? നമ്മൾ പെരുന്നാളായിട്ട് വീഡിയോസുകളൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ നാട്ടിലേക്ക് പോന്നിക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ട്രെയിനിലിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കയറിയപ്പോഴും പിന്നെ എറണാകുളം വരെ ഭയങ്കര തിരക്കേനു കേട്ടോ, നല്ല തിരക്കേനു. അപ്പം ഞങ്ങളിങ്ങനെ ട്രെയിൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തൊക്കെ എല്ലാവരും പെരുന്നാളും എങ്ങനെയൊക്കെ ഉണ്ട്? ടൂറൊക്കെ പോണോലൊക്കെ ടൂറ് പോവുക, പിന്നെ ദൂരമുള്ളവരൊക്കെ വിരുന്ന് പോവുക, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ. വെക്കേഷനൊക്കെ അല്ലേ അല്ലേ? അപ്പം എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ കാരെന്ന് വിചാരിക്കണ്. അപ്പം അങ്ങനെ തൃശ്ശൂരൊക്കെ എത്താനായപ്പോഴത്തേന് പിന്നെ ആരുമില്ല കേട്ടോ വണ്ടിയിൽ. അവിടെ ഇവിടെയൊക്കെ അയക്കണ്. സീറ്റുകളൊക്കെ കണ്ടോ, ഒക്കെ കാലിയായി. കയറിയപ്പോഴൊക്കെ എന്ത് ചെയ്യുന്നു, ഒരു സീറ്റിന് വേണ്ടി അവിടെ ഇവിടെയൊക്കെയാണ് ഇരുന്നത്. ഇപ്പം കയറിയാലൊക്കെ പല ഭാഗങ്ങളിലായിങ്ങാണ്ടാണ് ഇരുന്നീന് കേട്ടോ. അപ്പം അങ്ങനെ തൃശ്ശൂരൊക്കെ എത്തിയപ്പോഴത്തേന് പറ്റൊഴിഞ്ഞു. ഈ വണ്ടി പിന്നെ ഷൊർണൂർ വന്നുങ്ങാണ്ട് നിർത്തിയിടുന്നതായതുകൊണ്ടേ പിന്നെ വലിയ തിരക്കുണ്ടാവില്ല. എറണാകുളം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ. നേരെ മറിച്ച് അവിടെ നിന്നും പോണ വണ്ടികളാണെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കേക്കാരം. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. ഇത് പിറ്റേന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പം നമ്മളെ മുറ്റത്ത് കൂടെ കുഴിച്ചിട്ട കുറച്ച് സംഗതികളാണ് ഇത്. പിന്നെ എന്താ പറയുക, സപ്പോട്ടയാണ്. പിന്നെ നമ്മളെ റംബൂട്ടാൻ കണ്ടോ, പൂവൊക്കെ ഇങ്ങനെ പിടിച്ച് കായായി വരികയാണ്. അത് നല്ല പൂത്തുക്കണം കേട്ടോ. പിന്നെ നമുക്കിവിടെ വന്ന് നോക്കുമ്പോൾ നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ട് നല്ലോണം പൂത്തുക്കണം കേട്ടോ, പൂവൊക്കെ കഴിക്കണ്. ഇപ്പോൾ ഇത് നാരങ്ങ തയ്യാട്ടോ വാങ്ങിയ. ഇതൊക്കെ നമ്മൾ പിന്നെ നഴ്സറിയിൽ നിന്ന് വാങ്ങണ നാരങ്ങ തൈകളാണ് കേട്ടോ. വഴുതനങ്ങ, നാരങ്ങ തൈ ഇവിടെയൊക്കെ നിറച്ച് മുറ്റം നിറച്ച് ഇങ്ങനത്തെ ഒക്കെ കുഴിച്ചിട്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, ഇത് നമ്മളെ വഴുതനങ്ങ തൈയും ഉണ്ട് ഇവിടെ. കറ്റാർ വാഴ ഉണ്ട്. പിന്നെ ഇത് കുരുമുളകാണ്. ഒരു എന്താ മുരിങ്ങാ മരത്തുമ്മേട്ടത്. മുരിങ്ങ നല്ലോണം കായ്ക്കണ ഒരു മുരിങ്ങാ മരം കേട്ടോ. പിന്നെ ഇതും എന്താത്തപ്പം ഇതിൻ്റെ പേര് ഞാൻ മറന്നു. അതാണ്. ഇതൊരു മാവിൻ്റെ തൈയാണ്. ഇത് പിന്നെ വാങ്ങിയപ്പോൾ തന്നെ പൂത്തും കൊണ്ടൊരു തൈയാട്ടോ. ഇപ്പോഴും കഴിയുമ്പോൾ പൂവുണ്ട്, കായ് അങ്ങോട്ട് ആയിട്ടില്ല, മാങ്ങ ആയി നിന്നിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞ ഡ്രാഗൺ ഫ്രൂട്ട് കണ്ടോ. ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു പിന്നെ വലിയൊരു പൂവായിരുന്നു. അത് ആണ് വിരിഞ്ഞോട് കൂടെയാണ് പൊട്ടിട്ടോ. അപ്പോൾ ഈ ഡ്രാഗൺ ഫ്രൂട്ടുമ്മ വലിയ പൂവ് ഇത് കണ്ടോ, ഇതേപോലത്തെ ഇതിപ്പോൾ വിരിഞ്ഞിട്ടില്ല, വിരിയാനൊക്കെ കേട്ടോ. രാത്രി നല്ലോണം വിരിഞ്ഞിങ്ങോട്ട് വന്ന് നല്ലോണം വിരിഞ്ഞ് ഞങ്ങൾ കാണാനും നിന്നപ്പത്തിന് അതിൻ്റെ ഈ കുറ്റിയാണ് മുറിഞ്ഞു കേട്ടോ, വെയിറ്റ് കൊണ്ട്. അപ്പോൾ ഒരു ടയറേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ചുറ്റുഭാഗം ഒന്നും കൂടി എന്തെങ്കിലുമൊക്കെ വെച്ച് കെട്ടണം. കാരണം ഈ പൂവും കൂടി ആകുമ്പോൾ ഇവിടെ ഒരു മതിലോ ഒന്നും ഇല്ലാത്തതുകൊണ്ടേ മീൻ ചാരിയൊന്നും അല്ല അത് നിൽക്കണത്. അപ്പോൾ അങ്ങനെ അത് പൊട്ടി വീണു. അപ്പോൾ വേറൊരു കൊട്ടയൊക്കെ എടുത്ത് വെച്ച് കെട്ടിയിരിക്കുകയാണ് ഇപ്പം കേട്ടോ. ഇനി അതിന്മേൽ അവിടെ എന്തെങ്കിലുമൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. പിന്നെ ഇത് നമ്മളെ പഴയ വീടിൻ്റെ അവിടെയാണ് കേട്ടോ തൊഴുത്തൊക്കെ. അപ്പോൾ കോഴിയുണ്ട് അവിടെ. ഇത് ഈ വിരിഞ്ഞിങ്ങോട്ട് മുട്ടയിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് വന്നപ്പോൾ വാങ്ങിയ കോഴിക്കുഞ്ഞുങ്ങളാണ് കേട്ടോ. 16 ഉണ്ട്. ഇവിടെ പട്ടിയല്ല പൂച്ചയാണ് കൊണ്ടുപോവുക. അപ്പോൾ അങ്ങനെ കൂട്ടിലിട്ട് അടക്കലാട്ടോ. ഇതാണ് നമ്മളെ പഴയ വീട്. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗമാണിത് കേട്ടോ. പൊളിഞ്ഞാടാനയക്കണ്. ഇത് പൊളിച്ചണം വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് കയറാനൊക്കെ വെച്ച് പേടി. കാരണം നമ്മളിപ്പോൾ ഇതിൽ വലിയ താഴെ താമസിച്ചിരുന്ന പോലെ മുയൽ, അതിൽ നിറച്ച് മുയലൊക്കെ ഉണ്ട്. അതിനൊക്കെ എന്തൊക്കെ ഒരു കാട്ടിയാവോ. ഇത് നമ്മളെ ബാത്റൂമാണ്. ഇതിൻ്റെ അകത്തൊക്കെ നമ്മളിപ്പോൾ പെരുമാറാത്തതുകൊണ്ടേ അതിൻ്റെ അകത്തേക്കൊക്കെ കയറാൻ പേടി. എന്തോ വല്ല ജന്തുക്കളും ഉണ്ടാവുമോ എന്നാവേദി. ഞാൻ അകത്തേക്കൊന്നും കയറിയിട്ടില്ല കേട്ടോ. ഇവിടെയൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ മേലെ ഭാഗമൊക്കെ നിറയെ റബ്ബറും അതിൻ്റെ ഇലയൊക്കെ വീണുങ്ങാണ്ട് ഇവിടെയൊക്കെ ആകെ ഇതായി കിടക്കുകയാണ്.
പിന്നെ ഇത് കിണറാന്തിന്നൊന്നും ഉപയോഗിച്ചലില്ല കേട്ടോ. അതൊന്ന് നമ്മൾ ഇവിടുന്ന് താഴേക്ക് വീട് വെച്ച് പോയപ്പോൾ പിന്നെ നല്ല താഴ്ച ഉണ്ട് കേട്ടോ ഇതിന്. പിന്നെ ഇതിത്തെ മോട്ടറൊക്കെ നമ്മൾ എടുത്തിരുന്നു, മോട്ടറും പൈപ്പൊക്കെ എടുത്തിരുന്നു. പിന്നെ ടാങ്ക് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഇനി ഇത് നമ്മൾ ഈ ടാങ്കും ഇവിടുന്ന് എടുത്തുങ്ങാണ്ട് പാടത്ത് കൃഷിയൊക്കെ നനയ്ക്കാൻ വേണ്ടി കൊണ്ടുപോയി വെക്കണം എന്നും വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ലൈക്ക് തരാനും മറക്കണ്ട. അപ്പോൾ അതൊക്കെ നമ്മളെ റബ്ബറിൻ്റെ തൊടുകകൾ ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ, വെറുതെ കാണിക്കുകയാണ്. അപ്പോൾ നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് ഞങ്ങൾ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും. അപ്പോൾ നമുക്കിവിടെ ഇല്ല കുറച്ച് വീഡിയോസുകളൊക്കെ എടുക്കാം, എവിടെയെങ്കിലൊക്കെ പോകുന്നുണ്ടെങ്കിലൊക്കെ എടുക്കാം ഇൻഷാ അല്ലാ. അപ്പോൾ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കണ്ട കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട്, സുഖമല്ലേ എല്ലാവർക്കും? പെരുന്നാളൊക്കെ നല്ലോണം അടിച്ച് പൊളിച്ചില്ലേ? അപ്പോൾ അങ്ങനെ പോണ്. ഞങ്ങളും തന്നെ ഒന്ന് വെക്കേഷനൊക്കെ ആയിട്ട് പിന്നെ 40ഒക്കെയാണ് ഇവിടെ. ആ 40 കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീടിൻ്റെ മേലെ കയറിയിരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് വീടിൻ്റെ മേലെ നിന്നുങ്ങാണ്ട് അവിടുത്തെ ഒരു വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. കണ്ടോ, നമ്മളെ ചുറ്റുഭാഗവും വീടുകളുണ്ട്. ഒരു ഭാഗത്ത് കുറച്ച് തോന വസ്തു നീളം കുറച്ച് അങ്ങോട്ടുള്ളതുകൊണ്ട് അവിടെ കുറച്ച് അങ്ങോട്ടാണ് കേട്ടോ അയൽവാസികളൊക്കെ. നമ്മളെ മുറ്റത്തിൻ്റെ ഈ വലത് സൈഡ് മൊത്തം നമുക്ക് നിറയെ അയൽവാസികളുണ്ട് കേട്ടോ. അതൊക്കെ നമ്മളെ അയൽവാസികളാണ്. എല്ലാവരുമായിട്ട് നല്ല സഹകരണമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കേട്ടോ. നമ്മളിവിടെയൊക്കെ അങ്ങനെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭയങ്കര സഹകരണമാണ്. കൂട്ടവും കുടുംബവും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലേ അയൽവാസികളൊക്കെ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരികയും പോവുക, അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറയാനും ഒക്കെ നല്ലൊരു ഇതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നാൽ നമുക്ക് അങ്ങനെയൊക്കെ ഒരു സന്തോഷമാണ്. പിന്നെ മക്കൾ ഈ കളിപ്പാട്ടൊക്കെ ആരും ഇല്ലാത്ത നേരത്ത് ഇതൊക്കെ വലിയ പെറുക്കി മേലെ കൊണ്ടുപോയി വെച്ചിരുന്നു. സ്റ്റെയർ കേസിന് മേലെ അവിടെ എവിടെയൊക്കെ ഒതുക്കി വെച്ചതേനു. ഞങ്ങൾ മേലെ കയറിയപ്പോൾ